ഇവിടെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ പേജ് ഉണ്ട്, ഒഫീഷ്യൽ പേജ്, മൈ ഒഫീഷ്യൽ പേജ് എന്നൊക്കെ പറഞ്ഞ് ആന്റണി പെരുമ്പാവൂർ റൈസിംഗ് ക്രിയേറ്റർ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടേ. 912K ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പേജ്. അതുകൊണ്ട് ഇത് ബറോസിന്റെ പോസ്റ്റർ ഒക്കെ ഉണ്ട്. അതിനകത്ത് കയറി നോക്കുമ്പോഴേ ആന്റണി പെരുമ്പാവൂരിന്റെ അപ്ഡേറ്റ്സ് ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ആണോ? വായിക്കാം, നോക്കണ്ട, അധികം ബുദ്ധിമുട്ടുണ്ട്. Ittimani, made in China. The 25th production of Ashirbad Cinemas was a unique and experimental venture that marked the directorial debut of Ghibli and Joju. True to its name, the film beautifully captured the essence of two cultures with its story unfolding across China and Kerala. ഇതൊക്കെയാണ് കേട്ടോ ഇട്ടിമാണിയുടെ കഥ. This film, ChatGPT എന്തോ ആയിക്കോട്ടെ. This film was a step into fresh storytelling territory and it brought with it new challenges and excitement. I am deeply grateful to Miss Mohanlal sir. Mohanlal sir. To Mohanlal sir. Sir. The incredible cast and Mohanlal sir. അങ്ങനെ എഴുതേണ്ടതാണ്. The incredible cast and the hardworking crew who brought this vision to life under the guidance of Ghibli and Joju. As Ashirbad Cinemas approached a major ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ്. അടുത്തത് Drishyam 2, the 26th production of Ashirbad Cinemas, was much more than a sequel. After Drishyam elevated Malayalam cinema to a global level, the expectations from its continuation were immense. Jeetu Joseph worked tirelessly to craft a story that would not only meet but surpass those expectations. ഇതൊക്കെ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ എനിക്ക് കോമഡിയാണ് അറിയുന്നത്. ആരാന്നറിയാം ഇത് എഴുതുന്നത്? ഇതാണ്ട് ഇയാൾക്കിത് വായിക്കാൻ പറ്റുമോടെ? അല്ല, ഇതെന്തോ ഇത് വായിച്ചു കൊടുത്ത വല്ലതും മനസ്സിലാവോ? എഴുതിയൊക്കെ പിടിപ്പിച്ചേക്കും ആരാണ്ട്. എടാ, ഇങ്ങനെയുള്ള പേജിലൊന്നും കൊണ്ടിട്ടരുത്. ഇതൊന്നും കോമഡി ആയത്. മലയാളത്തിൽ വല്ല എഴുതിയാൽ മതി. അല്ല, ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ പേജ് അല്ലെന്ന് ഉറപ്പാ. ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ പേരും പറഞ്ഞ ആരാണ്ട് പേജ് തുടങ്ങിയേക്കുവാ. ഇറങ്ങിയ പോലെ രഞ്ജിത്ത് എഴുതി കൊടുക്കുന്നത് മോഹൻലാൽ ചെയ്യുന്ന പോലെ ഇപ്പൊ ആന്റണി പെരുമ്പാവൂരാന്ന് പറഞ്ഞാൽ വേറെ ആരും ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ ChatGPT ഇട്ടിട്ടേ അടിച്ചം കേട്ടു. വാസ് എ ലാൻഡ്മാർക്ക് മൊമെന്റ് ഇൻ അവർ ജേർണി ഡയറക്ടഡ് ബൈ ദ ലെജൻഡറി പ്രിയദർശൻ സാർ. അത് സാർ എല്ലാരും സാറാ. സാറേ, ദിസ് പാൻ ഇന്ത്യ എപ്പിക് ബ്രോട്ട് ടുഗദർ മോഹൻലാൽ സാറേ ആൻഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ensemble cast from actors across the globe, including Prabhu Ganeshan sir, Sunil Shetty sir, Arjun Sarja sir, Amitabh Bachchan ചേട്ടൻ പറഞ്ഞു, Suhasini Maniratnam മാം, പിന്നുണ്ട് മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, ജകൃതി, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, സിദ്ദിഖ് സാർ, മുകേഷ് സാർ, ഗണേഷ് സാർ, ഫാസിൽ സാർ, and the last Innocent sir, and the late Innocent sir, മമ്മുക്കോയ സാർ and നെടുമുടി വേണു സാർ. എടോ, ഇത് കേട്ടപ്പോഴേ എനിക്കിത് കേൾക്കുമ്പോഴേ പണ്ട് ഈ ജാതിക്ക് എടുക്കാൻ വേണ്ടി പൊള്ളാച്ചി പോണ്ട ഒരു സീൻ ഓർമ്മ. തമിഴര് പൊതുവില് സാർ എന്ന് അഭിസംബോധന ചെയ്യും. സാർ വാങ്ങ സാർ, സാർ വാങ്ങ സാർ, ഉക്കാരിങ്ങ സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ജാതിക്ക് എടുക്കാൻ വേണ്ടി ഒരു തോട്ടത്തിലോട്ട് വന്നേക്കാം. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ തോട്ടത്തിലോട്ട് വന്നേക്കാം. അപ്പൊ തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയാണ്, എന്നോട് പറയണേ, സാർ വാങ്ങ സാർ, ഉക്കാരിങ്ങ സാർ എന്നൊക്കെ പറഞ്ഞ എന്നെ സാർന്നൊക്കെ. ഓ കൊള്ളാലോ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര റിച്ച് പീപ്പിളാണ്. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുന്നു. അപ്പം സംസാരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ സാർ എന്നും പറഞ്ഞാൽ സംസാരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ അവിടെ തെങ്ങ് കയറാൻ ആൾ വന്നു. അപ്പൊ പറയാണ്, സാർ അന്ത തെങ്ങിലേറിയിട്ട് എല്ലാരും അങ്ങനെ ഡീൽ ചെയ്യണവര്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ സാറിന് വിളിക്കണത് മഞ്ജുവാര്യ ദിലീപിന്റെ ആദ്യ ഭാര്യ. അതിനൊക്കെ ആര് മൈൻഡ് ചെയ്യണു? അമിതാഭ് ബച്ചൻ ചേട്ടൻ. സാർ അടുത്തത് ബ്രോ ഡാഡി. The 28th production of Ashirbad Cinemas was truly a joyful celebration of cinema and storytelling. This film holds a special place in our journey as our second collaboration with the incredible talented director Prithviraj. Talented actor of the Prithviraj. Awesome. മറ്റെന്താണ്? Georgeless acting. The film success as an OTT blockbuster. ഇത് നമുക്ക് അലിൻ ജോസിന് പേജ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ChatGPT
അങ്ങ് അടിച്ച് കയറ്റി കൊടുക്കുക അല്ലേ? എന്നാലേ ഇവനൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവന് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആരും വായിച്ചില്ലേ പോലും. ഇവരാർക്ക് വേണ്ടി ഈ സാധനം ഇതൊക്കെ വായിക്കുന്നുണ്ടെന്ന് തന്നെ 2.7K ലൈക്ക് ഒക്കെ അടിക്കുന്നു. ഇത് കണ്ട ലൈക്ക് അടിക്കും വെറുതെ ടീമുകൾ. പിന്നെ അല്ലാതെ ഇവരുടെ ഫാൻസ് ഇത് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞാലേ താനിപ്പോ ഇത് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഇവര് മുഴുവൻ ലൈക്ക് അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള രസം എന്നാ അറിയാം, പുള്ളി മോഹൻലാലിനോട് ഉള്ള ഒരു ഫോട്ടോ ഇടുവേ. പുള്ളിയുടെ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ പുറകെ നടക്കുക. മോഹൻലാലിന് അപ്പുറത്ത് ഇപ്പുറത്തും പോയി ബാക്കിൽ പുള്ളി ഉണ്ടാവും അല്ല, അപ്പുറത്തിരിക്കുക ഇപ്പുറത്തിരിക്കുക. എന്നിട്ട് കണ്ടോ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഫോട്ടോ എടുക്കാൻ പറയുക. പുള്ളി തന്നെ ഫോട്ടോ എടുക്കുക. കുറെ ഉണ്ട് ഇങ്ങനത്തെ. ഇത് എന്തുവാണ് ഇത്? എന്നാലും അയാളെ കൊണ്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇത് വായിപ്പിക്കാവോ? ഈ ഇംഗ്ലീഷ് മലയാളം വായിക്കാൻ അറിയാവോ? മലയാളം ഒന്ന് എഴുതി കൊടുത്തിട്ടൊന്ന് വായിക്കാൻ പറ. നല്ലോണം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു 2 പാരഗ്രാഫ്. 1 പാരഗ്രാഫാണ് പറ്റത്തില്ല, 2 പാരഗ്രാഫ് വായിക്കണം. അപ്പഴേ ഇംഗ്ലീഷ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ എടുത്തോണ്ട് പോണേ. കോമഡി തമാശ ചിരിച്ചാവുമല്ലോ ഇതൊക്കെ കാണുമ്പോ. അത് മതി.